ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കല്ലപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചരി ഞാൻ 4 മണിക്കൂർ മുൻപേ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് ചോറും 3/4 കപ്പ് തേങ്ങയും പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ നേരിയ ജീരകം, 1/2 ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു അപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ മോന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ആഫ്റ്റർ കെയറിന് വന്ന് ചേച്ചി ഉണ്ടാക്കി തന്നിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കരുതി ഇന്ന് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരക്കപ്പിന് താഴെയായിട്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇതെടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ ആ പൊങ്ങി വന്നത് ഇതായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പൊങ്ങി വന്നതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാവ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിപൊളി എഗ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ഇനി അതിൻ്റെ കറിയിലേക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു ചെറിയ സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കറിവേപ്പില മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പൊടികളൊക്കെ അതിൽ നിന്ന് നല്ലപോലെ മിക്സായി കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കരുതി നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒന്ന് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ബ്രഷ് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തട്ടുദോശയൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, കൂടുതലായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ മേൽഭാഗം ആയി കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കത് കല്ലിൽ നിന്നും ഇങ്ങെടുക്കാം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ പൊടി യൂസ് ചെയ്തിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഈ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം. അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മുട്ടനെ 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാലയും ഇട്ടതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ മഞ്ഞൊന്നും അതിൽ നിന്ന് പോവാത്ത തരത്തിൽ വേണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ആ മുട്ടയും കറിയും ഒന്ന് മിക്സായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് തിള വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂട് കല്ലപ്പവും ഈ നല്ല എഗ്
കുറുമയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.